നവംബർ 29 രക്തസാക്ഷിയായ വിശുദ്ധ സത്തൂർണിനോസിന്റെ തിരുനാളിൽ ആഗോളസഭ. AD 245 ഫേബിയൻ മാർപ്പാപ്പ സത്തൂർണിനോസിനെ വേദപ്രചാരണത്തിനായി ഗോളിലേക്ക് അയച്ച നാൾ മുതൽക്കേ സത്തൂർണിനോസിന്റെ ചരിത്രം നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. ധാരാളം പേരെ അദ്ദേഹം മാനസാന്തരപ്പെടുത്തുകയുണ്ടായി. ക്യാപിറ്റോൾ എന്ന ക്ഷേത്രത്തിലും വിശുദ്ധന്റെ താമസ സ്ഥലത്തും മധ്യേ ഒരു ദേവാലയമുണ്ടായിരുന്നു. പാരമ്പര്യം പറയുന്നത് ധാരാളം പേരെ അദ്ദേഹം മാനസാന്തരപ്പെടുത്തി എന്നാണ്. ക്യാപിറ്റോൾ എന്ന ക്ഷേത്രത്തിലും വിശുദ്ധന്റെ താമസ സ്ഥലത്തും മധ്യേ ഒരു ദേവാലയമുണ്ടായിരുന്നു. ദേവന്മാർ ക്ഷേത്രത്തിൽ പ്രവചിക്കാറുണ്ടായിരുന്നത്രേ. എന്നാൽ വിശുദ്ധൻ അതിന് മുൻപിൽ കൂടി കടന്നു പോകുമ്പോൾ ദേവന്മാർ മിണ്ടാതിരിക്കുമായിരുന്നു. പൂജാരികൾ ഒളിച്ചിരുന്ന് ആരാണ് ആ അത്ഭുത പ്രവർത്തകനെന്ന് കണ്ടുപിടിച്ചു. അവർ ക്ഷേത്രത്തിലേക്ക് അദ്ദേഹത്തെ വലിച്ചഴിച്ചു കൊണ്ടുപോകുകയും ഒന്നുകിൽ അദ്ദേഹം ദേവന്മാർക്ക് ബലി ചെയ്യണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ ബലി ചെയ്യണമെന്നായി പൂജാരികൾ. ഞാൻ ഏകദൈവത്തെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, അവിടത്തേക്ക് ഞാൻ സ്തുതികളുടെ ബലികൾ അർപ്പിക്കും. നിങ്ങളുടെ ദേവന്മാർ പിശാചുക്കളാണ്, കാളകളെക്കാൾ നിങ്ങളുടെ ആത്മാക്കളെയാണ് ഇഷ്ടം. സത്തൂർണിനോസ്